Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? നമുക്ക് നോക്കാം. ഒരു പ്ലസ് ക്യൂ ചാർജ് ഇവിടെ പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളൊരു +1 കൂളം ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ്, ഫോർ എക്സാമ്പിൾ +2 കൂളമോ +3 കൂളമോ ചാർജ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പോസിറ്റീവ് ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യുന്നു. അതുപോലെ ഒരു നെഗറ്റീവ് ചാർജ്, ഒരു ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, ഒരു ഇലക്ട്രോൺ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് അതിനെ അട്രാക്ട് ചെയ്യുന്നു. സോ ഇതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ റിപ്പൽ ചെയ്യുകയും അട്രാക്ട് ചെയ്യുകയും ചെയ്യപ്പെടുന്ന ആ ഒരു സ്പേസിനെയാണ് ഈ +q ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു +1 കൂളം ചാർജ്, ഈ +q കൂളം ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ ഞാനൊരു +1 കൂളം ചാർജ് വെക്കുകയാണെങ്കിൽ ആ ചാർജിൽ അനുഭവപ്പെടുന്ന ഈ പോസിറ്റീവ് +q ചാർജ് കൊണ്ട് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഒരു +1 കൂളം ചാർജ് ഇവിടെയാണ് ഞാൻ വെക്കുന്നതെങ്കിൽ അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ +q ചാർജ് ഒരു റിപ്പലീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ വാല്യൂ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിന് ഫോഴ്സിനെ പോലെ തന്നെ ഇതിനൊരു ഡയറക്ഷനും ഉണ്ട്, ഇതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ ബൈ കൂളം. എന്തുകൊണ്ടാണ് ന്യൂട്ടൺ ബൈ കൂളം ആവുന്നത്? നമ്മളൊരു പോസിറ്റീവ് +1 കൂളം ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. പോസിറ്റീവ് +1 കൂളം ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് ബൈ ഒരു +1 കൂളം ചാർജിന്റെ യൂണിറ്റ് കൂളം, ന്യൂട്ടൺ ബൈ കൂളം. ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ E=F/Q ആണ്. E=F/Q. അതുകൊണ്ടാണ് ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ബൈ കൂളം ആവുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ്, ചാർജിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ പറ്റിയാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു +q ചാർജ് ഇവിടെ ഞാൻ വെക്കുകയാണ്. ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒരു r ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഞാൻ പ്ലേസ് ചെയ്തു, ആ P എന്ന് വിളിക്കാം. ഒരു r ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഞാൻ പിക്ക് ചെയ്തു, അതിന് P എന്ന് വിളിക്കാം. സോ ഈ P എന്ന പോയിന്റിലേക്ക് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു +1 കൂളം ചാർജിനെ ഈ P എന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് എത്ര വർക്ക് ചെയ്യണം, അതിനെയാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കാം. ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ +q ചാർജിന്റെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ അപ്പുറം, ഈ +q ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ അപ്പുറത്തെ ഒരു പോയിന്റിൽ നിന്നും, അതാണ് ഇൻഫിനിറ്റ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇൻഫിനിറ്റ് പോയിന്റിൽ നിന്നും ഒരു +1 കൂളം ചാർജിനെ ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് എത്ര വർക്ക് നൽകണം, ഒരു എക്സ്റ്റേണൽ ഏജന്റ് എത്ര വർക്ക് നൽകണം, ആ ടോട്ടൽ വർക്കിനെയാണ് ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വർക്കാണ്. വർക്ക് ഡൺ ബൈ an external agent to move a +1 coulomb charge from infinite distance to this point is called electric potential at that point. അത് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കൃത്യമായ ഡെഫിനിഷൻ സ്ക്രീനിൽ നൽകിയിരിക്കുന്നു. അത് വ്യക്തമായി വായിച്ച് വേണമെങ്കിൽ നോട്ടിലേക്ക് പകർത്താവുന്നതാണ്. സോ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കാം. സോ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ 1/4πε0 Q/r² ആണ്.
ഈ ഒരു പോയിന്റിൽ ആർ ഡിസ്റ്റൻസിലുള്ള അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു ആർ ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഒരു പി ഡാഷ് എന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു Q/r² ആണ്. Q/r². സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു dr ഡിസ്റ്റൻസ്, ഒരു +1 കൂളം ചാർജിനെ ഒരു dr ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്കിനെയാണ് dw എന്ന് പറയുന്നത്. dw സ്മോൾ വർക്ക്, ഒരു ചെറിയൊരു ഡിസ്റ്റൻസ്, dr ഡിസ്റ്റൻസ്. dr എന്ന് പറയുന്നത് കാൽക്കുലസിലെ ഒരു കോൺസെപ്റ്റ് ആണ്. വളരെ സ്മോൾ ആയ ഒരു ഡിസ്റ്റൻസ്, സീറോയ്ക്ക് വളരെ അടുത്തിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ dw വർക്കാണ് നൽകേണ്ടത് എന്ന് വിചാരിക്കുക. സോ dw is equal to EdR. സോ ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ നൽകേണ്ട വർക്കാണ് EdR. എന്തിനാ വളരെ സ്മോൾ ആയ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കുന്നത്? സീറോയ്ക്ക് വളരെ അടുത്തിട്ടുള്ള അത്രയും സ്മോൾ ആയ ഒരു ഡിസ്റ്റൻസ് എന്തുകൊണ്ടാണ് മൂവ് ചെയ്യിക്കുന്നത്? ഒരു 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ എന്തുകൊണ്ടാണ് മൂവ് ചെയ്യിക്കാത്തത്? രണ്ട് കാരണമുണ്ട്. ഒന്ന്, നമ്മളെ ഒരു വലിയ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ, ഒറ്റയടിക്ക് തന്നെ ഒരു വലിയ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വേരി ചെയ്യും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ചാർജിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വേരി ചെയ്യും. അപ്പൊ വേരി ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ കാൽക്കുലസ് ഉപയോഗിച്ച്, ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ വളരെ സ്മോൾ ആയൊരു ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യേണ്ടത്. സച്ച് എ വേ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സിഗ്നിഫിക്കന്റ് ആയിട്ട് വേരി ചെയ്യില്ല. ഇത് കൃത്യമായി പറഞ്ഞാൽ വേരി ചെയ്യുകയില്ല. ആ dr ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടാവില്ല. ആ ഡിസ്റ്റൻസ് വളരെ വലുതാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വളരെ മാറിക്കൊണ്ടിരിക്കും. സോ dr ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആ ഒരു dr ഡിസ്റ്റൻസിൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. സോ dw is equal to EdR. അങ്ങനെയാണെങ്കിൽ ഇത്രയും വർക്ക് പല ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് മുതൽ ഇങ്ങനെ ചെറിയ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക, +1 കൂളം ചാർജ് ചെറിയ രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് മുതൽ. സോ നമ്മൾ ഈ എല്ലാ വർക്കിനെയും നമ്മൾ സമ്മ് ചെയ്താൽ മാത്രമേ ആ ഒരു ടോട്ടൽ വർക്ക് കിട്ടുള്ളൂ. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആ സ്മോൾ വർക്കിന്റെ അഡീഷൻ ആണ്. dw2, dw3 ഇങ്ങനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ആ സ്മോൾ വർക്ക് ചെയ്യുന്നതിന്റെ അഡീഷൻ ആണ് ഈ ടോട്ടൽ വർക്ക് W എന്ന് പറയുന്നത്. സോ നമുക്കിങ്ങനെ ഓരോ വർക്കും ഇങ്ങനെ ചെറുതായി കൂട്ടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ടേമാണ് ഇന്റഗ്രേഷൻ, അല്ലെ മെത്തേഡാണ് ഇന്റഗ്രേഷൻ. ഇൻഫിനിറ്റി ടു R dW. Infinity to R dW. So this is integration method. So dW. So dW എന്താ? EdR ആണ്. So infinity to R. So എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? സോ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. 1Q/4πε0 ഇൻഫിനിറ്റി ടു R 1/r² into dr. സോ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മെത്തേഡ് നോക്കിയോ. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ R എന്ന ഡിസ്റ്റൻസ് ഈ പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ R. So the answer become so answer is -1/4πε0
ഇൻറ്റു ക്യൂ ബൈ ആർ. ഇതാണ് ആൻസർ. സോ ഇതാണ് ആർ ഡബ്ല്യു. W equal to minus 1 by 4 pi epsilon 0 into Q by R. So ഇതാണ് ടോട്ടൽ വർക്ക് ചെയ്യാനുള്ള ആ ഇക്വേഷൻ 1 by 4 pi epsilon 0 into Q by R. സോ അതാണ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് 1 by 4 pi epsilon 0 Q by R. ഇതാണ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ആ പോയിന്റിലേക്ക് ഒരു എക്സ്റ്റേണൽ ഏജന്റിനെ +1 കൂളം ചാർജിനെ എത്തിക്കാൻ നൽകേണ്ട വർക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വർക്ക് നൽകേണ്ടി വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു +q ചാർജ് ആണ്. ഇവിടെ വെച്ചത് ഒരു +q ചാർജ് ആണ്. ഈ +q ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ +1 കൂളം ചാർജിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. റിപ്പൽഷൻ നടക്കുന്നുണ്ട്. റിപ്പൽഷൻ നടക്കുമ്പോൾ ആ +1 കൂളം ചാർജിന്, ടെസ്റ്റ് ചാർജിന് എപ്പോഴും പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. സോ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്റ്റേണൽ ഏജന്റ് ഒരു ഫോഴ്സ് നൽകി തള്ളേണ്ടി വരും. ഇവിടെ ഇതൊരു വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ ആ ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കുക എന്നുള്ളതൊക്കെ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ നടക്കുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജന്റിന് ഫോഴ്സ് നൽകാതെ ആ ഒരു മൂവ്മെന്റ് പോസിബിൾ അല്ല. സോ ഫോഴ്സ് നൽകുമ്പോൾ ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വർക്കും നടന്നിട്ടുണ്ടാവും. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ EDR എന്ന് ഉപയോഗിക്കുന്നത്. വർക്ക് എന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഫോഴ്സ് ആണ്. അപ്പോൾ dr ഡിസ്റ്റൻസിലുള്ള ഫോഴ്സിന് EDR എന്നാ പറയാം. EDR. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് DW കണ്ടെത്തുന്നത്. DW ഈക്വൽ ടു EDR. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ Q by R എന്ന ഇക്വേഷൻ കിട്ടുന്നത്. സോ ഇതാണ് ആ ഒരു ബേസിക് ഇക്വേഷൻ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ബേസിക് ഇക്വേഷൻ. സോ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വർക്കാണ്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഒരു കൂളം ചാർജിന് അനുഭവപ്പെടുന്ന വർക്കാണ്. ഒരു കൂളം ചാർജിന് എത്തിക്കാൻ നൽകുന്ന വർക്കാണ്. അതിന് ജൂൾ പെർ കൂളം എന്നാണ് പറയുക. ജൂൾ പെർ കൂളം. ഇതിന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളമാണ്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ പെർ കൂളമാണ്. ഇതിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് വോൾട്ട്. ഈ ജൂൾ പെർ കൂളത്തെയാണ് വോൾട്ട് എന്ന് പറയുന്നത്. സോ വർക്ക് ഈസ് ഈക്വൽ ടു ജൂൾ പെർ കൂളം ഈസ് ഈക്വൽ ടു വോൾട്ട്. ഈ വോൾട്ട് തന്നെയാണ് ജൂൾ പെർ കൂളം. സോ ഒരു ബാറ്ററിയിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല 5 വോൾട്ട് 10 വോൾട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കാണിക്കുന്നത്. ആ ബാറ്ററിയുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കാണിക്കുന്നത്. ശരിക്കും 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ 5 ജൂൾ പെർ കൂളമാണ്. ഒരു കൂളം ചാർജിനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാനുള്ള എത്രമാത്രം എനർജിയാണോ ചെലവാകുന്നത്, വർക്കാണോ നൽകേണ്ടത്, അതിനെയാണ് ജൂൾ പെർ കൂളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ച് നോട്ടിലേക്ക് എഴുതി അതിന് ആൻസർ കണ്ടെത്തുക. പറ്റുമെങ്കിൽ ആ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.